ആയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ പ്രധാന കറണ്ട് അഫയേഴ്സ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 2025 നവംബറിൽ അന്തരിച്ച പ്രശസ്ത ബോളിവുഡ് നടൻ ധർമ്മേന്ദ്ര. 2025 അന്തരിച്ച പ്രശസ്ത ബോളിവുഡ് നടൻ ധർമ്മേന്ദ്ര ഷോലയിലെ നായകനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രമാണ് ദിൽ ഫി തേരെ ഹം ഫി തേരെ. ദിൽ ഫി തേരെ ഹം ഫി തേരെ. ഹം ഫി എന്നാണ് കേട്ടോ, ഹം ഫേ എന്നല്ല, ഹം ഫി എന്നാണ് കേട്ടോ. ഹം ഫി തേരെ എന്നുള്ളതാണ്. ഓക്കെ, ഹം ഫി തേരെ. ഓക്കെ, അപ്പോൾ ബോളിവുഡിൻ്റെ ഹീമാൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ധർമ്മേന്ദ്രയാണ്. അദ്ദേഹത്തിന് ബോളിവുഡിൻ്റെ ഹീമാൻ എന്ന് വിളിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സിനിമയാണ് ഇക്കീസ്. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സിനിമയാണ്. 2004 രാജസ്ഥാനിലെ സ്ഥാനാർത്ഥിയായിട്ട് ലോകസഭയിലെത്തി. 2004 അദ്ദേഹം രാജസ്ഥാനിലെ സ്ഥാനാർത്ഥിയായി ലോകസഭയിലെത്തി. 2012 പത്മഭൂഷൺ ലഭിച്ചു. അപ്പോൾ ഇത്രയും പോയിൻ്റ് ഞാൻ ഇവിടെ വെച്ച് ഇപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസുകളും കറണ്ട് അഫയേഴ്സ് ചിലപ്പം ചോദിക്കാം. അപ്പോൾ അതുമായിട്ട് അദ്ദേഹവുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് പോയിന്റുകൾ. അപ്പം ഏതൊക്കെയാണ്? 2025 നവംബറിൽ അന്തരിച്ച പ്രശസ്ത ബോളിവുഡ് നടനാണ് ധർമ്മേന്ദ്ര. ഷോലയിലെ നായകനായിരുന്നു. ആദ്യ ചിത്രമായിരുന്നു ദിൽ ഫി തേരെ ഹം ഫി തേരെ. ബോളിവുഡിൻ്റെ ഹീമാൻ എന്നറിയപ്പെടുന്ന ധർമ്മേന്ദ്ര. അവസാനത്തെ സിനിമയാണ് ഇക്കീസ്. 2004 രാജസ്ഥാനിലെ സ്ഥാനാർത്ഥിയായി ലോകസഭയിലെത്തി. 2012 പത്മഭൂഷൺ ലഭിച്ചു. ഇനി സൗത്ത് ഇന്ത്യൻ സിനിമ ടെലിവിഷൻ അക്കാദമിയുടെ ഈ വർഷത്തെ മികച്ച അധ്യാപികയ്ക്കുള്ള അവാർഡ് ലഭിച്ചത് സുജാത അനിലിന്. സൗത്ത് ഇന്ത്യൻ സിനിമ ടെലിവിഷൻ അക്കാദമിയുടെ മികച്ച അധ്യാപികയ്ക്കുള്ള അവാർഡ് ഈ വർഷത്തെ ലഭിച്ചിരിക്കുന്നത് സുജാത അനിലിനാണ് സൗത്ത് ഇന്ത്യൻ സിനിമ ടെലിവിഷൻ അക്കാദമിയുടെ മികച്ച അധ്യാപികയ്ക്കുള്ള അവാർഡ് ലഭിച്ചത്. സൗജന്യ AI പഠനത്തിനുള്ള കേന്ദ്ര ഇലക്ട്രോണിക്സ് ITI മന്ത്രാലയം നടത്തുന്ന പദ്ധതിയാണ് യുവ AI ഫോർ ആൾ. സൗജന്യ AI പഠനത്തിനുള്ള കേന്ദ്ര ഇലക്ട്രോണിക്സും IT മന്ത്രാലയവും കൊണ്ട് നടത്തുന്ന പദ്ധതിയാണ് യുവ AI ഫോർ ആൾ. ദേശീയ വനിതാ കമ്മീഷൻ്റെ പുതിയ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 14490. അപ്പോൾ നിലവിലുള്ള ഹെൽപ്പ് ലൈൻ നമ്പറിന് പുറമേ ഉള്ളതാണ് ഇത്. 14490 എന്നുള്ളതാണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ പുതിയ ഹെൽപ്പ് ലൈൻ നമ്പർ. നവംബറിൽ ഇന്ത്യയിൽ കമ്മീഷൻ ചെയ്ത കപ്പൽ INS മാഹിയാണ്. INS മാഹി നാവികസേനയ്ക്ക് വേണ്ടി കൊച്ചിൻ കപ്പൽശാലയിൽ നിർമ്മിച്ച അന്തർവാഹിനിയായിരുന്നു INS മാഹി. അപ്പോൾ 2025 നവംബറിൽ ഇന്ത്യയിൽ കമ്മീഷൻ ചെയ്ത കപ്പൽ ഏതാണ്? INS മാഹിയാണ്. INS മാഹി എന്ന് പറയുന്നത് നാവികസേനയ്ക്ക് വേണ്ടി കൊച്ചി കപ്പൽശാലയിൽ നിർമ്മിച്ച അന്തർവാഹിനിയാണ്. ഓക്കെ, കരസേന ഉപമേധാവി. ഇപ്പോഴത്തെ കരസേന ഉപമേധാവി ആരാണ്? ഉപേന്ദ്ര നിവേദിയാണ്. ഇന്ത്യയുടെ 53ാമത് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. അപ്പോൾ ഇന്നലെ അദ്ദേഹം ചുമതലയേറ്റു. ഇന്ത്യയുടെ 53ാമത് ചീഫ് ജസ്റ്റിസാണ് സൂര്യകാന്ത്. ദേശീയ നിയമസഹായം അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനായിട്ട് നിയമിതരായത് ജസ്റ്റിസ് വിക്രം നാഥാണ്. ദേശീയ നിയമസഹായം അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനായിട്ട് നിയമിതനായതാരാണ്? ജസ്റ്റിസ് വിക്രം നാഥാണ്. 2025 നവംബറിൽ അന്തരിച്ച റിഗ്ഗെ ഇതിഹാസ താരവും ലോകപ്രശസ്ത ജമൈക്കൻ സംഗീതജ്ഞനുമായ വ്യക്തി ജിമ്മി ക്ലിഫ്. അപ്പം ജിമ്മി ക്ലിഫാണ് 2025 അന്തരിച്ച വ്യക്തി. അദ്ദേഹം ഒരു റെഗ്ഗെ പാട്ടുകാരനും അതുപോലെ തന്നെ ജമൈക്കൻ സംഗീതജ്ഞനുമായിരുന്നു. ഈ ആൽഫാബറ്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ട്? ഗൂഗിളിൻ്റെ മാതൃ കമ്പനിയായിരുന്നു ആൽഫാബറ്റ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിപണിയിൽ ഏറ്റവും കൂടുതൽ നേട്ടം കൊയ്യുന്ന ഒരു ഗൂഗിളിൻ്റെ മാതൃ കമ്പനിയാണ് ആൽഫാബറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സുകൾ. ഹെൽപ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.